സ്ഥലം മൊത്തത്തിൽ മാറി. വെള്ളം അത്യാവശ്യം ഫുള്ള് മഞ്ഞാണ് കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് മഞ്ഞാണ്. അവിടെയൊക്കെ വിൻഡ് മില്ലാണ്. ഇവിടെ ഒരു വിൻഡ് മില്ല് കേട്ടോ. ഇവിടെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ എവിടത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായി ആനക്കട്ടി പോകണമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ ഇന്നാണ് അതിൻ്റെ ഒരു ടൈമൊക്കെ ഒന്ന് സെറ്റായത്. ആനക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലം കോയമ്പത്തൂരിന് ഏകദേശം 35 കിലോമീറ്റർ ഉണ്ട്. അടിപൊളി സ്ഥലമാണ്. ആനക്കട്ടി കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്കാണ് നമ്മളുടെ കേരള തമിഴ്നാട് ബോർഡർ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആനക്കട്ടി കഴിഞ്ഞിട്ടുള്ള സ്ഥലം അട്ടപ്പാടി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അട്ടപ്പാടി കഴിഞ്ഞിട്ടാണ് മണ്ണാർക്കാട്. ഓക്കെ, ആ ഒരു റൂട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ആനക്കട്ടിയാണ്. അത്യാവശ്യം റോഡ് ട്രിപ്പൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ രാവിലെ ഏകദേശം 5 മണിയായി. റൂമിൽ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ലൈറ്റിൻ്റെ അത്യാവശ്യം കുറവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ലൈറ്റ് വന്നതിന് ശേഷം അത്യാവശ്യം നമുക്ക് തരാൻ പറ്റുന്ന ഔട്ട്പുട്ടൊക്കെ നമ്മൾ മാക്സിമം തരാൻ നോക്കാം. സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പാർക്കിങ്ങിലെത്തി. പോയിരുത്തനും കൂടി വരുന്നുണ്ട്. വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം 5:30 ഇറങ്ങുമ്പോൾ. അവിടെ എത്തുമ്പം ഒരു 6:30 6:45 ഈ ഒരു വ്ലോഗ് എന്തായാലും അടിപൊളിയായിരിക്കും. ആനക്കട്ടി എത്തിയിട്ടില്ല. ആനക്കട്ടീൻ്റെ ഏകദേശം ഒരു 2 കിലോമീറ്റർ ബാക്കിലായിട്ടാണുള്ളത്. അപ്പോൾ വരുന്ന വഴിക്ക് ഇതാ കിട്ടിയൊരു വ്യൂ ആണിത്. അടിപൊളി ഒരു വ്യൂ ആണ്. ഇനി ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആനക്കട്ടി എത്തും. അപ്പോൾ നമ്മൾ നേരെ അവിടത്തേക്ക് വെച്ച് പിടിക്കുകയാണ്. നമ്മൾ ഏകദേശം ആനക്കട്ടിക്ക് കഴിഞ്ഞു. ആനക്കട്ടിയിൽ വലിയ ലൊക്കേഷൻ കാണാനില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ വണ്ടിയിൽ പോവുകയാണ്. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അത്യാവശ്യം ഒരു ചെറിയ വില്ലേജ് റോഡൊക്കെ കിട്ടിയിട്ട് നമ്മൾ ആ റോഡിലേക്ക് കൂടി ഇങ്ങനെ കയറി പോവുകയാണ്. എന്താവും എങ്ങനെയാവുമെന്ന് അറിയില്ല. ഇതുണ്ട്, ഇത് അത് മുള്ള. അത് അറച്ചു കഴിഞ്ഞാൽ നല്ല വീട്ടിലായിരിക്കും. കോവേ കുട്രാലം എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫാൾസ് ഉണ്ട്. അങ്ങനെ കുറേ വാട്ടർഫാൾസ് ഉണ്ട്. അതൊക്കെ ഇവിടുന്ന് അടുത്താണ്. ഇവിടുന്ന് ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ഉണ്ട്. ആനക്കട്ടി ബ്രിഡ്ജ് അതുകണ്ട ബോർഡ് കണ്ടു കഴിഞ്ഞു. കോയമ്പത്തൂർ ലിമിറ്റ് കഴിഞ്ഞു. വെൽക്കം ടു കേരള സ്റ്റേറ്റ് ഷോലൂർ ഗ്രാമപഞ്ചായത്ത്. ഇതാണ് നമ്മളുടെ കേരള ബോർഡർ. മലയാളം ബോർഡ് ബസ് കണ്ടോ. ഇതാണ് സ്ഥലം. നമ്മൾ ഈ ഒരു ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പോയത്. മണ്ണാർക്കാട് 52 കിലോമീറ്റർ, അകാലി 15. ഇതാ നമ്മൾ സോലയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. നമ്മൾ ജസ്റ്റ് ആനക്കട്ടി വരെ വന്നിട്ട് തിരിച്ച് പോകാനാണ് വിചാരിച്ചത്. ആണെങ്കിൽ ആനക്കട്ടിയിൽ കുറച്ച് സ്പോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഈ ഒരു തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിട്ട് കേരള ബോർഡർ എത്തി. ബോർഡർ കടന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് സോലായൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ആ ഒരു വിൻഡ് മില്ലൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. കിട്ടില്ല വിൻഡ് മില്ലും അതേപോലെ തന്നെ നിർവാണ കോട്ടേജ്. മഴ പാറുന്നുണ്ട്. അപ്പോൾ ഇവന് മഴ ചെറിയൊരു പേടിയുണ്ടെന്ന് പറഞ്ഞ്. സോലായൂർ, ചിറ്റൂർ, കടമ്പറ സ്റ്റെപ്പേ മാറി കേട്ടോ. ഫുള്ള് മഞ്ഞാണ്, ഫുള്ള് മഞ്ഞ്. ഓ എന്താ ഫീല്. മുകളിൽ നോക്കിയടാ. നിനക്ക് തോന്നുന്നു ഇത്ര അടുത്തുനിന്ന് ആദ്യമായിട്ട് വിൻഡ് മില്ല് കാണുന്നത്. ഇത്ര അടുത്തുനിന്ന് ഫസ്റ്റ് ടൈം അത്. അത്യാവശ്യം ഫുള്ള് മഞ്ഞാണ് കേട്ടോ. ഫുള്ള് അങ്ങോട്ട് പോകുന്ന ഒരു റൂട്ടുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അങ്ങോട്ട് പോയി നോക്കാം. നമ്മളിപ്പോൾ മഞ്ഞിൻ്റെ ഉള്ളിലല്ല, ഫുള്ള് മഞ്ഞിൻ്റെ ഉള്ളിൽ. പിന്നെ ഗ്ലാസ്സൊക്കെ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. നല്ല രീതിയിൽ പോകാം ഈ ഗ്ലാസ്സൊക്കെ. നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ പല്ലൊക്കെ കൂട്ടി അടിക്കുകയാണ്. സ്ഥലം കഴിഞ്ഞോ ഇല്ലല്ല. എനക്കൊന്നും ഇവിടെ നമ്മൾ പറഞ്ഞ സമയം കൊണ്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം അടിപൊളി ഒരു പാലം ഇതുണ്ടോ. ഡ്രൈവർ മാറി. ഡ്രൈവർ ഫോൺ കൊടുത്തു. കാരണം എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ആ ബാക്കിലേക്ക് പോരാ. നല്ല രീതിയിൽ തണുപ്പ്
തലവേദന ഇല്ല. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടുത്തെ വ്യൂസ് ഒക്കെ കണ്ടോ. ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ് അടിക്കാന്ന് വെച്ച് വന്നതാണ് ആനക്കട്ടിയിലേക്ക്. പിന്നെ നമ്മൾ അട്ടപ്പാടിയൊന്നും പോകാൻ പ്ലാനും ഇല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ലോക്കൽ റൂട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഭയങ്കര കയറ്റം കയറി, മഞ്ഞ് കിട്ടി, എന്താ പറയുക, തണുപ്പ് ഒരു രക്ഷയിലാണ്. ഫുള്ള് മഞ്ഞാണ്, ഫുള്ള് മഞ്ഞിന് നടുക്കൊരു വീട്. ഇത് കണ്ടോ, ഇവിടെ മയിലടാ. അത് നിങ്ങൾക്ക് ഇതിൽ കാണുമോയെന്നറിയില്ല, ജസ്റ്റ് മൊബൈലിൽ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് തരാം. ഇതുണ്ടോ, ഇതാണ് മയിൽ. ആ വീടിൻ്റെ കറക്റ്റ് ആടായിട്ട് മയിൽ. ഫുള്ള് മഞ്ഞാണ്, അതിൻ്റെ അടുക്കാണ് ഈ ഒരു വീട്. കണ്ടോ, നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി. ഇനി വേറെ റൂട്ട്, നമ്മൾ വരുന്ന വഴിക്ക് ഫുള്ള് മിസ്റ്റ് കൊണ്ട് മൂടിയ ഒരു റൂട്ടുണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഒരു ഏകദേശം 2-3 കിലോമീറ്റർ അവിടത്തേക്കുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വ്യൂ കൂടി നോക്കി നേരെ തിരിച്ച് പിടിക്കാം, നേരെ കോയമ്പത്തൂർ. ഇതിൽ ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടുമെന്ന് വിചാരിച്ചില്ല, അതേപോലെ തന്നെ ഇങ്ങനെ ഒരു മിസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അത്യാവശ്യം ബാക്ക് കാണുമെന്ന് തന്നെ അറിയാം, ബാക്കിലൊക്കെ നല്ല അത്യാവശ്യം നല്ല വ്യൂ ആണ്. നമ്മൾ ഏകദേശം ഇതിൻ്റെ ടോപ്പിലെത്തി. ഇതുണ്ടോ, ഫുള്ള് വിൻഡ് മില്ലാണ്. ഇതുണ്ടോ, അവിടെയൊക്കെ ഫുള്ള് മഞ്ഞാണ്, ഇവിടെയൊന്നും ഇല്ല, അവിടെയൊക്കെ നല്ല രീതിയിൽ മഞ്ഞുണ്ട്. പിന്നെ ഇതൊക്കെ ഏകദേശം ക്ലിയർ ആയി. കണ്ടോ, അവിടെയൊക്കെ വിൻഡ് മില്ലാണ്, അവിടെയൊക്കെ വിൻഡ് മില്ല്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വിൻഡ് മില്ല് കണ്ടോ. ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നോ അറിയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗണ്ട് ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വിൻഡ് മില്ല് ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. അത് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീലാണ്. നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് 2 കിലോമീറ്റർ പോയിട്ട് നമുക്ക് വേറെ റൂട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ആ ഒരു റോഡ് കണ്ടോ, ആ ഒരു റോഡ് അതിലേക്ക് കൂടി കയറി അങ്ങ് ആടെ പോയിട്ട് ആടെ തിരിച്ചാണ് പോകേണ്ടത്. ഇപ്പോൾ കറക്റ്റ് ഇതിൻ്റെ നേരെ താഴെയാട്ടോ ഇല്ലേ. ചെറിയ രീതിയിൽ സൗണ്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ഇതുണ്ടോ ഇവിടുത്തെ വ്യൂ. ഏകദേശം കോടിങ്ങാനൊക്കെ പോയി. ഇനി ആ ഒരു സ്ഥലത്തും കൂടി പോയിട്ട് നേരെ കോയമ്പത്തൂർ പിടിക്കണം. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല, ഇല്ലെങ്കിൽ നമുക്ക് കയറായിരുന്നു. കുറേ വിൻഡ് മില്ലുണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു സ്ഥലത്തായിരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് എത്തി. ഇതാണ്ട് കോറയാന്ന് തോന്നുന്നു. എന്താ ഊരിപ്പോയാൽ തീർന്നു കേട്ടാ. ഉണ്ടോ, കോറയാണ്, ഫുള്ള് ചളിവെള്ളമാണ്. അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇതുണ്ടോ, ഇവിടെ ഒരു വീടുണ്ട്. ഫുള്ള് വിൻഡ് മില്ല കേട്ടോ, ഇവിടെയൊക്കെ വിൻഡ് മില്ല. ഇതുണ്ടോ, ഇവിടെ വിൻഡ് മില്ല്, ഫുള്ള് വിൻഡ് മില്ല് മൊത്തം മഞ്ഞിൻ്റെ ഉള്ളിലാണ്. ഇതുണ്ടോ, മുള്ളാണ്, മുള്ള് തറച്ച് കഴിഞ്ഞാൽ തീർന്ന്. ഇതുണ്ടോ മുള്ളിൻ്റെ ഇത്. ഇതൊക്കെ എനിക്ക് പണ്ട് നല്ല രീതിയിൽ തറച്ച് കയറിയിട്ടുണ്ട് ഈ ഒരു മുള്ളൊക്കെ. തമിഴ്നാട്ടിൽ കൂടുതലും ഈ ഒരു ടൈപ്പ് മുള്ളാണ് ഉണ്ടാവുക. തറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേദന പറയാൻ പറ്റാത്ത വേദനയായിരിക്കും. ഇത് നമ്മളെ നോർമൽ നാട്ടിലെ തൊട്ടാവാടി. നമ്മളിതാ ആ ഒരു ഇറക്കം ഇറങ്ങിയിട്ട് നമ്മൾ കയറാൻ തുടങ്ങി ആ സ്ഥലത്ത് തന്നെ എത്തി. വിൻഡ് മില്ലുണ്ട്, നമ്മൾ തൊട്ട് മുകളിൽ വിൻഡ് മില്ല്. KSRTC ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. കേരള ബോർഡറിൽ ബസ് കണ്ടു, കേരള ബസ്. ഇതിപ്പോൾ തമിഴ്നാട് ബോർഡറായി, തമിഴ്നാട് ബസ് ആണ്. ആനക്കട്ടി, ആനക്കട്ടി എന്ന സ്ഥലം ഇതാണ്. ഇവിടുന്ന് ആ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾക്ക് അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് സോലായൂർ പോകേണ്ട റോഡ്. സോലായൂർ 0 എക്സ്പെക്ടേഷൻ വെച്ച് വന്ന സ്ഥലമാണ്. എന്തായാലും അടിപൊളിയായി. എനിക്കെങ്ങനെ ഈ റൈഡ് എന്തായാലും കാര്യം പറ, എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഉദ്ദേശിക്കാതല്ലേ ഇതേനു അങ്ങനെ പോയി. അപ്പോൾ പെട്ടെന്നൊരു കുറച്ച് വെറുതെ തിരിച്ചു പോകാന്നുള്ള രീതിയിൽ പോയി. പിന്നെ നമ്മൾ വേണ്ട കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് തിരിക്കാനുള്ള പ്ലാനിൽ പോയിക്കുമ്പോൾ എല്ലാ അടിപൊളി കാഴ്ചകളാണ്. ആനക്കട്ടി ഏകദേശം 2-3 സ്പോട്ട് മാത്രമേ ഉള്ളൂ. ആണെങ്കിൽ വലിയ സെറ്റപ്പില്ല റൂട്ടല്ല.
നമ്മൾ ജസ്റ്റ് റോഡ് ട്രിപ്പ് എൻജോയ് ചെയ്യാമെന്ന് വെച്ചിട്ട് വന്ന ഒരു ഇതാണ്. ആണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഒരു ചെറിയൊരു മല പോലെ കണ്ടപ്പോൾ ആ ഒരു വിൻഡ് മില്ലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഇങ്ങനെ കയറിപ്പോയതാണ്. ഒരു ലൈക്ക് മിനി ഊട്ടി തന്നെ കിട്ടി കേട്ടോ. അത് കേരള ബോർഡറിലാണ് ആ ഒരു സ്ഥലം വരുന്നത്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതേപോലെ തന്നെ അടിപൊളി റൈഡും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയ്ക്ക് ബൈ.